ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ ഒത്തിരി സമയമൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പല പനിയായിട്ടും ജലദോഷമായിട്ടും ചുമയായിട്ടും നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ഇങ്ങനെ മെഡിസിൻ വാങ്ങാറുണ്ട്. ചിലപ്പോൾ നമ്മളത് ഫുള്ള് കഴിക്കാറില്ല. നമുക്ക് പെട്ടെന്ന് മാറി എന്ന് പറയുമ്പോൾ നമ്മൾ ആ മരുന്ന് അവിടെ വെക്കും. അപ്പോൾ അത് കുറേ നാൾ കഴിയുമ്പോൾ അതവിടെ നമ്മൾ ഇരിക്കുന്ന കുറേ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടുള്ള കുറേ നല്ല ടിപ്സൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഞാനിതേ ഇതിൽ ഇപ്പോൾ എന്ത് മരുന്നാണെന്നൊന്നുമില്ല, നമ്മളിപ്പോൾ ഇതുപോലെ പല ഇതിനും നമ്മൾ മരുന്ന് വാങ്ങിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിലൊരു മെഡിസിൻ ഇപ്പോൾ ഒരു 4 എടുത്തിട്ടുണ്ട്. അതിന് നമ്മളിതുപോലെ ഒരു പേപ്പറിൽ വെച്ചിട്ട് നമ്മളത് ഒരു ഇടികല്ല് യൂസ് ചെയ്തിട്ട് ഇതിനെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ ഈ ഒരു പൊടിനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതിനെ പൊടിച്ചതിനെ ഇതുപോലൊരു കപ്പിലേക്കാണ് മാറ്റുന്നത്. എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം എടുക്കണമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഇതാ തിളച്ച വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിത് ഒഴിക്കുമ്പോഴേക്കും തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ടാബ്ലറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് സെറ്റായിക്കോളും, ഒന്ന് മെൽട്ടായിക്കോളും കേട്ടോ. മെൽട്ടാവല മിക്സ് ആയിക്കോളും. അപ്പോൾ ഇതിനെന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളം നമ്മുടെ സിങ്ക് ഉണ്ടല്ലോ, സിങ്കിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സിങ്ക്, വാഷ് ബേസിൻ, അതുപോലെ ബാത്റൂമിൻ്റെ സ്ലീവിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മെഡിസിൻ്റെ ഈ ഒരു സ്മെല്ലൊക്കെ ഉള്ളത് കാരണം ആ ഒരു സ്ലീവിൽ കൂടെ വരുന്ന പാറ്റയുടെ ഉറുമ്പ്, ചെറിയ ചെറിയ പുഴുക്കളൊക്കെ മഴക്കാലമായി കഴിഞ്ഞാലൊക്കെ വരും. അപ്പോൾ അത് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ടാബ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ടാബ്ലറ്റ് ആയാലും കുഴപ്പമില്ല, അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഒരു കപ്പ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. അത് നോർമലായിട്ടുള്ള വെള്ളമാണ് കേട്ടോ, തിളച്ച വെള്ളമൊന്നും അല്ല എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ടാബ്ലറ്റ് എത്ര വേണം എന്നുള്ളതൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു ടാബ്ലറ്റ് ആണെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ. അത് പൊടിച്ചിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മളിതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ അരിച്ചെടുത്തിട്ട് നമ്മളിതൊരു സ്പ്രേ ബോട്ടിലാക്കാം കേട്ടോ. സ്പ്രേ ബോട്ടിലില്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള വെള്ളം കുപ്പി വല്ലതും പഴയതുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടപ്പിൽ ചെറിയ ഹോളാക്കി കൊടുത്തിട്ട് എടുത്താലും മതി. ഇതിപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ടാവും, അടുക്കളത്തോട്ടം ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ ഇലകളിൽ പുഴുക്കേട് വരിക. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് നമ്മളിത് അരിച്ചിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കുക കേട്ടോ. സ്പ്രേ ബോട്ടിലാണെങ്കിൽ എന്നിട്ട് നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടികളിൽ വരുന്ന ഈ ഒരു വെള്ള കളറുള്ള ഒരു പുഴുക്കേടൊക്കെ വരാറുണ്ട്. ഒരു ഇങ്ങനെ പഞ്ഞിക്കട്ടി പോലെ അങ്ങനെ ആയിട്ട് നിൽക്കും. അങ്ങനെ അതോടുകൂടി ആ ചെടികൾ മൊത്തമായിട്ട് ഉണങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതിനൊക്കെ നമ്മളിത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പുഴുക്കേടും എല്ലാം നമുക്ക് മാറ്റി കിട്ടും കേട്ടോ. അപ്പോൾ വേറെ ഒന്നും വേണ്ട, ഇതുപോലെ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള ടാബ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മതി കേട്ടോ. ഇനി നമ്മൾ അതേപോലെ തന്നെ ഈ ടാബ്ലറ്റ് 1, 2, 3 ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതിൽ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് ഉള്ളതിനനുസരിച്ച് എടുത്താൽ മതിയാവും. അപ്പോൾ ഇതിനെ നമ്മൾ എല്ലാത്തിനും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ മിക്ക വീടുകളിലും എലിയുടെ, പെരിച്ചാഴിയുടെ, അതുപോലെ തന്നെ പാറ്റയുടെ ഒക്കെ ശല്യം ഉണ്ടാവും. അപ്പോൾ പെരിച്ചാഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെടികൾ വെച്ചിട്ട് പിറ്റേന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അതോടുകൂടി തന്നെ അതിനെ പുഴക്കി കളഞ്ഞിട്ടുണ്ടാവും, കുഴിയാക്കിയിട്ട്. അപ്പോൾ നമുക്ക് പെരിച്ചാഴിയുടെയൊക്കെ ഒത്തിരി നല്ല ശല്യമാണ് കേട്ടോ. എലിയുടെ ശല്യം ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ശല്യം തുരത്താനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് കൂടുതൽ ടാബ്ലറ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ പൊടിച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, ആ പൊടി നമ്മൾ കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ചെടുക്കുന്നുള്ളൂ, നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ബോളാക്കി എടുക്കാനുള്ള പാകത്തിന്, കുഞ്ഞു ബോളാക്കാനുള്ള പാകത്തിനാണ് കേട്ടോ. ഇതിൽ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്നിനൊന്ന് ജസ്റ്റ് നമുക്ക് ഒന്ന് ബോളാക്കി എടുക്കാനുള്ള രീതിയിൽ നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളതിനെ എല്ലാത്തിനും ഒന്ന് കുഴച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്ന് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊരികടല ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം, നിലക്കടല ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. പൊടിച്ച് ചേർക്കണമെങ്കിൽ പൊടിച്ച് ചേർക്കാം. ഇപ്പോൾ ഞാൻ അങ്ങനെ പൊടിച്ച് ചേർക്കുന്നില്ല, അതിന് ജസ്റ്റ് നിലക്കടലയാണ് കേട്ടോ. അതങ്ങനെ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതിനെ 4 ബോളാക്കി ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം.
എന്നതിന് ശേഷം അതാണ്ട് ഒരു ചെറിയ ബോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു രീതിയിൽ കുഴിയാക്കി കൊടുത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു ടാബ്ലറ്റിൻ്റെ പൊടി ഉണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇത്തിരി അത്യാവശ്യം ഈ ഒരു കുഴി ഫുള്ളായിട്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ആ മേലെ നമ്മളൊന്ന് കൂട്ടിയിട്ട് നമ്മൾ ചെറിയ ബോളാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഇത് 4 നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇത് നമ്മൾ കൂടുതൽ ആക്കി വെച്ചിട്ട് നമ്മളൊരു ബോക്സിലാക്കി വെച്ചിട്ട് ഡെയിലി നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെരിച്ചാഴിയുടെ ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എലിയുടെ ശല്യം. വീട്ടിലതുപോലെ പെറ്റ് അനിമൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അവർ എടുക്കുന്ന രീതിയിലൊന്നും നമ്മൾ വെക്കാതിരിക്കുക. അതുപോലെ തന്നെ കുട്ടികളുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇത് ഇടാതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് വീട്ടിനകത്ത് ഇത് ഇടുകയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ കബോർഡിനകത്തൊക്കെ ഇപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കബോർഡൊക്കെ ഉണ്ടാവുമല്ലോ അതിനകത്ത് നമുക്ക് ഇട്ട് വെച്ചു എന്നുണ്ടെങ്കിൽ കുറച്ച് 3-4 ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇത് കഴിക്കുമ്പോൾ പാറ്റകൾ ഓട്ടോമാറ്റിക്കലി പാറ്റകളുടെ ശല്യമൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ പെരിച്ചാഴിയുടെയും എലിയുടെയും ഒക്കെ ശല്യം നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഇടുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായി തന്നെ ഒഴിവാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഒരു അലുമിനിയത്തിൻ്റെ നമ്മൾ ചായ എടുക്കുന്ന പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ സൈഡിൽ കണ്ടില്ല നല്ല പോലെ തന്നെ ചായക്കറ പിടിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കഴുകുമ്പോൾ നല്ലപോലെ തന്നെ വൃത്തിയായി കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല. ചില സമയം നമ്മൾ സ്പീഡിലൊക്കെ കഴുകുമ്പോൾ അതങ്ങനെ പറ്റി പിടിച്ചിരുന്നിട്ട് ഇതുപോലെ അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ട് തന്നെ കറയായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ചെറുനാരങ്ങയുടെ തോട് യൂസ് ചെയ്തിട്ട് ഡിഷ് വാഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ടാബ്ലറ്റിൻ്റെയൊക്കെ കവറുണ്ടല്ലോ ഇതുപോലെ ഫോയിൽ കവറിൻ്റെ ലെവലിൽ കിട്ടുന്ന ഇത് ഉണ്ടാവുമല്ലോ. ചിലത് നമുക്ക് തന്നെ ചുരുട്ടാൻ പറ്റത്തില്ല ഫോയിൽ കവർ പോലെ പേപ്പർ പോലെ. അപ്പോൾ അതുപോലെയുള്ളത് എടുത്തിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡിൽ എത്ര കട്ടിക്ക് പിടിച്ചിരിക്കുന്ന കരിഞ്ഞിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും നമുക്കത് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. ഇപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റീൽ പാത്രം അലുമിനിയം പാത്രമൊക്കെ നമുക്കിതുപോലെ ചെയ്യാം. പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇതുപോലെ ചെയ്യരുത് കേട്ടോ. അതിൻ്റെ കോട്ടിങ് മുഴുവൻ ഇളകി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കഴുകുന്ന ഈ സ്റ്റീലും അലുമിനിയം പാത്രവും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെ നമ്മൾ അത്യാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോർമലായിട്ട് തേച്ച് കഴുകുന്ന പോലെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കാറുണ്ട്, തുടയ്ക്കാറുണ്ട്, വൃത്തിയാക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ നോബിൽ നമ്മുടെ കണ്ണിൽ പോലും കാണാത്ത രീതിയിൽ ഇത് കണ്ടില്ലേ ഇതുപോലെ ആ നോബ് തിരിക്കുന്ന ഭാഗത്തൊക്കെ അഴുക്കുണ്ടാവും, പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും, എണ്ണമെഴുക്കും ഒക്കെ. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇത് യൂസ് ചെയ്തിട്ട് ടാബ്ലറ്റിൻ്റെ കാലി കവർ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് നോബൊക്കെ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വിച്ച് ബോർഡിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ അഴുക്കുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ക്ലീനാക്കാനായിട്ട് ഈ ഒരു ഇത് കാലി കവറുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീനാക്കാൻ പറ്റും. അതുപോലെ തന്നെ ടെയിലിൻ്റെ സൈഡിലൊക്കെ നമ്മളിങ്ങനെ 2 ടെയിൽ ചേർത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനിലൊക്കെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഈ ഒരു കവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ. ഇത് മാത്രമല്ല, നമ്മുടെ ടെയിലുണ്ടല്ലോ, ബാത്റൂമിൽ ടെയിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ കിച്ചണിൽ നമ്മൾ ഈ കുക്ക് ചെയ്യാവുന്ന ഗ്യാസ് സ്റ്റവ് വെച്ചിരിക്കുന്ന അവിടെയൊക്കെ ഇതുപോലെ നല്ലപോലെ തന്നെ എണ്ണമെഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയും നമുക്ക് ഈ ഒരു ഇത് യൂസ് ചെയ്ത് സോപ്പോ ഒന്നും തന്നെ എടുക്കണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കി എടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെയിലെല്ലാം തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടിലിങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലുള്ള അഴുക്കൊക്കെ നമുക്ക് നല്ലപോലെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് കവറും ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള ടാബ്ലറ്റും കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കളയുന്നതിന് മുമ്പ് ഇതുകൊണ്ടൊക്കെ ചെറിയ ചെറിയ ഉപയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.